കേരള സ്റ്റോറിക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധം വ്യാപകമാണ്. മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തുമ്പോഴും സിനിമാ മേഖല നിശബ്ദത തുടരുകയാണ്. ലേബി സജീന്ദ്രൻ ചേരുന്നു വിശദാംശങ്ങളുമായി. ലേബി, സമൂഹ മാധ്യമങ്ങളിൽ ഇന്നലെ ഈ പുരസ്കാര പ്രഖ്യാപനത്തിന് ശേഷം തന്നെ ഓരോരുത്തരും രൂക്ഷമായി പ്രതികരിക്കുന്നുണ്ട്. കടുത്ത വിമർശനങ്ങളുണ്ട്. നമ്മുടെ യൂട്യൂബിന്റെ കമന്റ് ബോക്സിൽ തന്നെ നിരവധി പേർ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേരള സ്റ്റോറിക്ക് എങ്ങനെ ഒരു പുരസ്കാരം ലഭിച്ചു എന്നുള്ളത്. ഇതൊക്കെ സംഭവിക്കുമ്പോഴും നമ്മുടെ മലയാള സിനിമാ ലോകത്ത് മൗനമാണ്. ഈ താരരാജാക്കന്മാർക്കൊന്നും ഇതിലൊന്നും പറയാനില്ലേ? പോട്ടെ, മറ്റുള്ള അഭിനേതാക്കൾക്കൊന്നും ഒരു അഭിപ്രായവും ഇല്ലേ ഇത്തരമൊരു വിഷയത്തിൽ? റോഷ്നി, ദി കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് ദേശീയ പുരസ്കാരം, അതും സംവിധായകൻ അടക്കമുള്ള 2 പ്രധാന പുരസ്കാരങ്ങൾ ആ സിനിമ നേടിയ സന്ദർഭം മുതൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധം നിറയുന്നുണ്ട്. എന്നാൽ ഈ ഘട്ടത്തിലൊന്നും സിനിമാ മേഖലയിൽ നിന്ന് പ്രതികരണങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. ഇന്ത്യയുടെ ഒരു ബഹുസ്വരതയെ അവഹേളിക്കുന്ന രീതിയിൽ ആണ് ജൂറി അംഗങ്ങൾ പെരുമാറിയത് എന്ന് മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിച്ചു. മതസ്പർദ്ധ വളർത്തുന്ന ചിത്രത്തെ ഇത്തരത്തിൽ പ്രമോട്ട് ചെയ്യുന്നത് വളരെ ഇന്ത്യയുടെ ഒരു ബഹുസ്വരതയെ ബാധിക്കും എന്നുള്ള രീതിയിൽ പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. സാംസ്കാരിക മന്ത്രി പ്രതിഷേധവുമായി വന്നു. സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ പ്രതിഷേധവുമായി സമൂഹ മാധ്യമങ്ങളിലൂടെ വന്നു. ഈ സമയത്തൊന്നും തന്നെ സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രതികരണങ്ങൾ വന്നിട്ടില്ല എന്നത് തന്നെ ശ്രദ്ധേയമാണ്. സാധാരണഗതിയിൽ ഒരു സാംസ്കാരിക രംഗത്ത് ഏതെങ്കിലും രീതിയിൽ അനക്കമുണ്ടായാൽ അപ്പോൾ തന്നെ പ്രതികരിക്കുന്നതാണ് സിനിമയുടെ വിവിധ മേഖലകളിൽ. വിവിധ സംഘടനകളുണ്ട്, വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ. എന്നാൽ ഇതിനെതിരെ ഇത്തരത്തിൽ കേരള സ്റ്റോറിക്ക് ഒരു ദേശീയ പുരസ്കാരം ലഭിക്കുന്നു എന്ന അവസ്ഥ വന്നപ്പോൾ അത് കേരളത്തിന്റെ സംസ്കാരത്തെ ഇകഴ്ത്തിക്കൊണ്ട് ഇത്തരമൊരു സിനിമ വന്നു എന്നുള്ള രീതിയിൽ പല ഭാഗങ്ങളിൽ നിന്ന് ആക്ഷേപം ഉയർന്ന സന്ദർഭത്തിൽ ഇന്ത്യയുടെ ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ മൂല്യച്യുതിയാണ് ഇത് കാണിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഉയർന്നപ്പോഴൊന്നും സിനിമ ലോകത്ത് നിന്ന് ശബ്ദം ഉയർന്നിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് റോഷ്നി. അത് മാത്രമല്ല, സാധാരണഗതിയിൽ സിനിമയുമായി ബന്ധപ്പെട്ട എമ്പുരാനെ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനം നമ്മൾ കണ്ടതാണ്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന്റെ മാറ്റി അതിൽ ചെയ്യപ്പെട്ട് 8 വെട്ടും വെട്ടി പ്രദർശനത്തിന് ഇറക്കിയാണ്. ഒരു പേരിന്റെ പേരിൽ പോലും ഇത്രത്തോളം പ്രശ്നമുണ്ടാക്കുന്ന സെൻസർ ബോർഡ്, ഇത്രത്തോളം ഒരു സിനിമയുടെ പേരിൽ പോലും കത്രിക വയ്ക്കുന്ന സെൻസർ ബോർഡ് ഇപ്പുറത്ത് നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ കേരളത്തിന്റെ സംസ്കാരത്തെ ഇകഴ്ത്തുന്ന രീതിയിൽ വികലമായി ചിത്രീകരിച്ച ഒരു സിനിമയ്ക്ക് ദേശീയ പുരസ്കാരം നൽകി ആദരിക്കുന്നത് എന്നുള്ള വിമർശനം തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് ഇതിനെതിരെ ഒട്ടും ശബ്ദമുയർത്താതെ സിനിമാ മേഖല ഒന്നാകെ നിൽക്കുന്നത്. സിനിമാ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല എന്നത് വളരെ ശ്രദ്ധേയം തന്നെയാണ് റോഷ്നി. തീർച്ചയായും ലേബി സജീന്ദ്രൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു പേരിൽ പോലും പല വ്യാഖ്യാനങ്ങൾ കണ്ടെത്തി അതിൽ കത്രിക വയ്ക്കുന്നത് സമീപകാലത്തടക്കം നമ്മൾ കണ്ടിട്ടും ഇതുപോലൊരു സിനിമ, അതും കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ട ഒളിച്ചു കടത്താൻ ശ്രമിച്ച ഒരു സിനിമ, വർഗീയത പടർത്താൻ ശ്രമിച്ചു എന്ന് വലിയ രീതിയിൽ ആരോപണങ്ങൾ ഉയർന്ന, വിമർശനങ്ങൾ ഉയർന്ന ഒരു സിനിമയ്ക്ക് ദേശീയ പുരസ്കാരം ലഭിക്കുമ്പോൾ അത് സമൂഹത്തിന്, സാംസ്കാരിക ലോകത്തിന് നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ളതാണ് വലിയ ചോദ്യം. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് കോൺക്ലേവ് നടത്തുമ്പോൾ അവിടെയുള്ള പല അഭിനേതാക്കളോടും ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണം തേടിയിരുന്നു. പക്ഷേ അവർക്കാർക്കും ഇതിൽ പ്രതികരണമില്ല എന്നാണ് അറിയിച്ചത്. അതുകൂടി പ്രേക്ഷകരെ അറിയിക്കുകയാണ്. നമുക്ക് ഒരു ചെറിയ ഇടവേള എടുക്കാം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.